+1 അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്ന് നടന്ന +1 അക്കൗണ്ടൻസിയുടെ പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതിയതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ടെൻഷനിലാണെന്ന് എനിക്കറിയാം. ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജ് നിലവാരം പുലർത്തിയ അല്ലെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറേയേറെ കുട്ടികൾക്കത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം കുറച്ച് കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാകാതെ പോയതുകൊണ്ടും അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ എക്സാമിനേഷന് നമുക്ക് ഇത്തരത്തിലുള്ള നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചേ മതിയാവൂ. പലപ്പോഴും മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അതേപടി തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഏത് തരത്തിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഈ കൊമേഴ്സ് ക്ലാസ് പാർട്ണർ എന്ന ചാനലിൽ ആ രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ കണ്ട കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് +2 അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകളാണെങ്കിലും തുടക്കം മുതൽ കണ്ടു നോക്കുക. എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്കും അതിൻ്റെ ആൻസറിൻ്റെ ഡിസ്കഷനിലേക്കും പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് എന്നുള്ളതാണ്. റിലയബിലിറ്റി അതെ, കമ്പയറബിലിറ്റി അതെ, റെലവൻസും അതെ അല്ലേ. അപ്പം മെഷറബിലിറ്റിയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. ദെൻ ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, നമ്മൾ കടമായിട്ട് ഗുഡ്സ് വാങ്ങിക്കുന്നു. അപ്പോൾ അതിൽ ട്രാൻസാക്ഷൻ്റെ എഫക്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ സ്റ്റോക്ക് വരുന്നു അല്ലേ, അപ്പോൾ അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ കടമായിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് ക്രെഡിറ്റർ ഉണ്ടാവുന്നു അല്ലേ, അതായത് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അസറ്റ് ഇൻക്രീസസ്, ലൈബിലിറ്റി ഇൻക്രീസസ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരിക. ദെൻ ടാക്സ് ദാറ്റ് ഈസ് ലെവിഡ് ഓൺ ദി ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നടക്കുന്ന വാങ്ങലും വിൽപ്പനയിലൊക്കെ നമ്മൾ എഴുതുന്ന IGST ആണല്ലേ, ഇൻ്റഗ്രേറ്റഡ് GST ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കി നമ്മൾ സെൻട്രൽ CGSTയും FGSTയും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തിനകത്ത് ഉള്ളതാണല്ലേ, വിത്തിൻ ദ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനിലാണ് ആ ഒരു ടാക്സ് ഈടാക്കുക. ദെൻ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്, നമ്മൾ ഗുഡ്സ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എവിടെ എഴുതും? ക്യാഷ് ബുക്കിൽ എഴുതും. ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, നമ്മൾ കടമായിട്ടാണ് ഗുഡ്സ് വാങ്ങിക്കുന്നതെങ്കിൽ അത് നമ്മൾ പർച്ചേസ് ഡേ ബുക്കിലാണ് എഴുതുന്നത് അല്ലേ, അല്ലെങ്കിൽ പർച്ചേസ് ജേണലാണ് എഴുതുന്നത്. then ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? റീകൺസൈൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസ് അല്ലേ. ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും നമ്മൾ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണല്ലേ, അത് റീകൺസൈൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ തന്നെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് ദി അസറ്റ്, അതായത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇൻസ്റ്റലേഷൻ ചാർജ് ഒന്നും തന്നിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ആഡ് ചെയ്യുമായിരുന്നു. ഇവിടെ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം അല്ലേ. അപ്പോൾ 80,000 മൈനസ് 10,000 70,000 എന്ന് വരും. then അതിനെ യൂസ്ഫുൾ ലൈഫ് പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 70,000-നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിപ്രീസിയേഷൻ, ആനുവൽ ഡിപ്രീസിയേഷൻ നമുക്ക് 7,000 കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 7,000 ആണ് ആൻസറായിട്ട് വരിക. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ വിത്ത് റിഗാർഡ് ടു ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഡയറക്റ്റ് എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓഡ് വൺ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വേജസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഫാക്ടറി റെൻറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രൊഡക്ഷൻ എക്സ്പെൻസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓഫീസ് റെൻറ്റ് മാത്രം എന്താണ്? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓഫീസ് റെൻ്റ് ആണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് ഈസ് ആൻ. ഔട്ട്സ്റ്റാൻഡിംഗ് റെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് റെൻറ്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറിയൊക്കെ ഒരു കറണ്ട് ലൈബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ അതൊരു ലൈബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കാണ് കിടക്കുന്നത്. ജേർണലൈസ് ദ ഫോളോവിങ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് 2 അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഡിവൈഡഡ് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റ് ടു റെൻറ്റ് അക്കൗണ്ട് ആണല്ലേ. റെൻറ്റ് അക്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് റെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. പ്രീപെയ്ഡ് റെൻ്റ് ആണല്ലേ, പ്രീപെയ്ഡ് റെൻറ്റ്. അപ്പം ഡെബിറ്റ് ബാലൻസ് ഉള്ള റെൻറ്റ് അക്കൗണ്ടിൽ കുറയണമെങ്കിൽ നമുക്ക് റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് റെൻറ്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റ് ടു റെൻറ്റ് അക്കൗണ്ട്. അതുപോലെ നമുക്ക് ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ, അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് എങ്ങനെയാണ്? ഫർണിച്ചർ ഒരു ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അസറ്റ് ആണല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് കുറയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ അക്കൗണ്ട് എന്നാണ് ഇവിടെ ജേണൽ എൻട്രി വരിക. Then choose the correct answer from the brackets. Expenditure incurred to increase the earning capacity of business. ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി
നമ്മൾക്ക് സഹായിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അല്ലേ, ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി. ദെൻ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ടു മെയിൻറ്റെയിൻ ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ബിസിനസ്. നമ്മുടെ മെയിൻറ്റെയിൻ ദ ഏണിംഗ് കപ്പാസിറ്റി അല്ലേ, ഒരു ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? അതിനുവേണ്ടി ഉണ്ടാകുന്ന ചിലവ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണല്ലേ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കത് എഴുതാൻ സാധിക്കും. ദെൻ സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് ഐറ്റംസ് ആർ ഷോൺ ആസ് എ ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ താഴെ പറയുന്ന ഐറ്റംസ് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നുള്ളത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ത് ബാലൻസാണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലൈബിലിറ്റി ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സ്റ്റോക്ക് ഒരു അസറ്റാണ്, അതുകൊണ്ട് അതെന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ അത് ലൈബിലിറ്റിക്ക് തുല്യമാണ്, എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. റെൻറ്റ് റിസീവ്ഡ്, റെൻറ്റ് കിട്ടുകയാണല്ലേ, അത് ഇൻകമാണ്, ഇൻകത്തിന് എന്ത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണല്ലേ. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മെൻഷൻ എനി ട്രൂ ട്രാൻസാക്ഷൻസ് ടു ബി റെക്കോർഡഡ് ത്രൂ ജേണൽ പ്രോപ്പർ വഴി റെക്കോർഡ് ചെയ്യുന്ന 2 ട്രാൻസാക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സ്പെഷ്യൽ ജേണലിൽ ഒന്നും എഴുതാൻ പറ്റാത്ത, അതായത് പർച്ചേസ്ഡ് ബുക്ക്, സെയിൽസ്ഡ് ബുക്ക്, ബിൽസ് റിസീവ്ഡ് ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, ക്യാഷ് ബുക്ക്, അതിലൊന്നും എഴുതാൻ പറ്റാത്ത ട്രാൻസാക്ഷനാണ് നമ്മൾ ജേണൽ പ്രോപ്പറിൽ എഴുതുന്നത് അല്ലേ. അതായത് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് അല്ലേ, ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്, ഫിക്സഡ് അസറ്റ്, അതെല്ലാം എന്താണ്? അതൊക്കെ ജേണൽ പ്രോപ്പർ വഴിയാണല്ലേ. അതുകൂടാതെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എഴുതുന്നത് ജേണൽ പ്രോപ്പർ വഴിയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും 2 ട്രാൻസാക്ഷൻ എഴുതിയാൽ മതി. തന്നെ ബിസിനസ്മാൻ സൈൻസ് എ കോൺട്രാക്ട് ഓൺ 10th January 2024 ടു ഡെലിവർ എ സോഫ്റ്റ്വെയർ ബൈ 31st March 2024 വിത്ത് എ പ്രൈസ് ഓഫ് ₹15,000. ദ സോഫ്റ്റ്വെയർ വാസ് ഡെലിവേർഡ് ഓൺ 25th March 2024. ദ ക്ലയൻറ്റ് പേയ്സ് ദ എൻ്റയർ എമൗണ്ട് 10th April 2024 അല്ലേ. അതായത് സെയിൽസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് 10th January ആ ഗുഡ്സ് സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്യപ്പെടുന്നത്, അയക്കുന്നത് 25th March അതിൻ്റെ പേയ്മെൻറ്റ് നൽകുന്നത് 10th April. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിൽസ് നടന്നതായിട്ട് കരുതി നമുക്ക് റവന്യൂ കിട്ടിയതായിട്ട് എപ്പോഴാണ് കരുതുന്നത് എന്നുള്ളതാണ് അല്ലേ. ആസ് പെർ ദി റവന്യൂ റെക്കഗ്നേഷൻ കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് എന്താണ്, എപ്പോഴാണോ അതിൻ്റെ ഓണർഷിപ്പ്, ആ ഒരു സെയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ ടൈറ്റിൽ ആ ബയറിലേക്ക് കൈമാറുന്ന ഡേറ്റ് എന്നാണോ അന്നാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ട് കരുതുന്നത് അല്ലേ. ഈ ഒരു കേസിൽ 25th March 2024 സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ ക്യാഷ് കിട്ടിയില്ലെങ്കിലും ആ ഡേറ്റിൽ തന്നെ റവന്യൂ കിട്ടിയതായിട്ട് കരുതേണ്ടതാണല്ലേ. അത് തന്നെയാണ് റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഡേറ്റ് എഴുതണം, അതിനുശേഷം റവന്യൂ റെക്കഗ്നേഷൻ കൺസെപ്റ്റ് എന്താണെന്ന് പറയുകയും ചെയ്യണം. അതായത് റവന്യൂ കിട്ടിയതായിട്ട് കരുതുന്നത് എപ്പോഴാണ്? റവന്യൂ റിയലൈസ്ഡ് ആകുമ്പോൾ അല്ലേ. അതായത് റവന്യൂ കിട്ടുന്ന ആ ഡേറ്റ്, അതായത് ഇപ്പോൾ ഇവിടെ എന്താണ്, ആ ഒരു വിൽപ്പന നടന്ന ഡേറ്റ് തന്നെയാണ് നമുക്ക് റവന്യൂ കിട്ടിയതായിട്ട് കരുതേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക, അതിനുശേഷം ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കണം അല്ലേ. അതിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചു തരാൻ നോക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ് അല്ലേ. അതായത് 10,000 ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 തന്നിട്ടുണ്ട്. പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പർച്ചേസ് ആണല്ലേ. 70,000 നിന്ന് 5,000 അതായത് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം, അപ്പോഴാണ് നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടുക. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എല്ലാവരും കൂട്ടിയെടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 3,000 കിട്ടും. 3,000 പ്ലസ് 2,500 അല്ലേ. 3,000 2,500 എന്തായിരുന്നു? 3,000 ക്യാരേജ് ഇൻവേർഡും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, വേജസും ഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലേ. അപ്പോൾ അത് രണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. മൈനസ് 18,000 അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റിന് പറഞ്ഞിട്ട് 18,000. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 62,500 കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 90,000 മൈനസ് 1,000 അല്ലേ. അതായത് 90,000 മൈനസ് 1,000 മൈനസ് 62,500 അല്ലേ. അതായത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. അതാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് വരിക. സെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെടുക്കണം? സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് ആണ് എടുക്കേണ്ടത് അല്ലേ. സെയിൽസിൻ്റെ എമൗണ്ട് 90,000 ആണ്. അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ. അതായത് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് വരുന്നത് അല്ലേ. 26,500 ഒരു പോസിറ്റീവ് എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്താണത്? ഗ്രോസ് പ്രോഫിറ്റ് ആണല്ലേ. ഇനി അടുത്ത് നോക്കാം. ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻ ഫ്രം ദി ഫോളോവിങ് ജേണൽ എൻട്രീസ്. താഴെ പറയുന്ന ജേണൽ എൻട്രീസിൽ നിന്ന് നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അല്ലേ. വിത്ഡ്രൂ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് അല്ലേ. പേഴ്സണൽ യൂസിന് പ്രൊപ്പറേറ്റർ പൈസ പിൻവലിക്കുമ്പോഴാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. ബാങ്കിന് ക്രെഡിറ്റ് വന്നുകൊണ്ട് അത് നമ്മൾ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പിൻവലിച്ചതെന്ന് മനസ്സിലാക്കാം. ദെൻ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അതെന്താണ്? നമ്മൾ വിത്ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ OPC യൂസ് ആണല്ലേ. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് വിത്ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ OPC യൂസ്. ദെൻ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് ക്രെഡിറ്റ് വരുന്ന എപ്പോഴാണ്? ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോഴാണ് അല്ലേ. അതായത് ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിന് എപ്പോഴും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പിൻവലിക്കുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിന് തന്നെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലേ. ദെൻ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദി മന്ത് May 2024 അല്ലേ.
അപ്പോൾ നമുക്ക് പർച്ചേസ് ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. 50 വാട്ടർ ബോട്ടിൽ 120 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 100 നോട്ട് ബുക്ക് 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ട്രേഡ് ഡിസ്കൗണ്ട് ഒക്കെ കുറച്ചൊക്കെ കാണിക്കണം അല്ലേ. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. 50 വാട്ടർ ബോട്ടിൽ 120 വെച്ച് 6000 രൂപ, 100 നോട്ട് ബുക്ക് 40 വെച്ച് 4000 രൂപ, 60 അമ്പർല 280 വെച്ച് 16800. അപ്പോൾ ടോട്ടൽ ഇതെല്ലാം കൂട്ടിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ട്രേഡ് ഡിസ്കൗണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് 15% ആണല്ലേ. ഇപ്പോൾ 26800ൻ്റെ 15% 4020 കുറച്ചിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അതിനുശേഷം ഗയ ട്രേഡേഴ്സ് അടുത്ത ഒരാളിൽ നിന്ന് വാങ്ങിച്ചത് 40 സ്കൂൾ ബാഗ് 350 വെച്ച് 14000, ദെൻ 8000, ഇപ്പോൾ 22000 ടോട്ടൽ കിട്ടും. അതിൽ നിന്ന് നമ്മൾ 10% ഡിസ്കൗണ്ട് 2200 കുറച്ചിട്ട് 19800 ഔട്ടർ കോളത്തിൽ എഴുതുക അല്ലേ. അതിനുശേഷം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 42580 ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് അല്ലേ. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് 42580. കംപ്ലീറ്റ് ദ ഫോളോവിംഗ് ടേബിൾ വിത്ത് റിഗാർഡ് ടു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അല്ലേ. നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ അതെന്താണ്, ഡിപ്പോസിറ്റ് ബാലൻസ് ആണ്. ഡിപ്പോസിറ്റ് ബാലൻസിനാണ് നമ്മൾ ഫേവറബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണെന്ന് ചോദിക്കുന്നത്. അൺഫേവറബിൾ എന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിനെയാണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് വെച്ചാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ് അല്ലേ. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ അത് അൺഫേവറബിൾ ആണ് അല്ലേ, അൺഫേവറബിൾ ആയിട്ട് വരും. ദെൻ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരമുള്ളതാണെങ്കിൽ എന്താണ്, അത് ഫേവറബിൾ ആണ്, ഡിപ്പോസിറ്റ് ബാലൻസ് ആണ് അല്ലേ. ക്യാഷ് ബുക്ക് പ്രകാരം ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഫേവറബിൾ ആണ്. ദെൻ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെങ്കിലോ, ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണെങ്കിലോ അതെന്താണ്, അതും ഫേവറബിൾ ആണ് അല്ലേ. പാസ്ബുക്ക് പ്രകാരം ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഫേവറബിൾ ആണ്. നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ്റെ ആ ഒരു ക്ലാസ്സിൽ ഇത് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റീഡ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്റ്റേറ്റ് വെദർ ദേ ആർ ട്രൂ ഓർ ഫോൾസ് എന്നാണ്. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ അൺനോൺ ലൈബിലിറ്റീസ്, ക്രിയേറ്റിംഗ് റിസർവ് ഫോർ അൺനോൺ ഇവൻറ്റ്സ്. അപ്പോൾ റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ട്രൂ ആണല്ലേ. കാരണം എന്താണ്, പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നോൺ ലൈബിലിറ്റീസിന് വേണ്ടിയാണല്ലേ. അതായത് നമുക്ക് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോൺ ലൈബിലിറ്റീസ് നമുക്കറിയാവുന്ന ലൈബിലിറ്റീസിന് വേണ്ടിയാണ്. റിസർവ് ജനറൽ പർപ്പസിന് വേണ്ടിയാണ് അല്ലേ, അൺനോൺ ഇവൻസിന് വേണ്ടിയാണ്. ഏത് കാര്യത്തിലാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് തീരുമാനിക്കാതെയാണ് നമ്മൾ റിസർവിന് വേണ്ടി എമൗണ്ട് നീക്കി വയ്ക്കുന്നത് അല്ലേ. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ട്രൂ ആണ്. ദെൻ പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസുകളും നമ്മൾ എഴുതണം അല്ലേ. പ്രൊവിഷൻ എന്ന് വെച്ചാൽ ചാർജ് അഗൈൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. റിസർവ് എന്ന് വെച്ചാൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് നോൺ പർപ്പസ്. പ്രൊവിഷൻ നമ്മൾ നോൺ പർപ്പസിന് വേണ്ടിയാണ്, ഇത് അൺനോൺ പർപ്പസിന് വേണ്ടിയാണ്. ലോസ് ഉണ്ടെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് കൂടെ നമ്മൾ എഴുതണം അല്ലേ. 18ാമത്തെ ക്വസ്റ്റിന് അപ്പോൾ രണ്ട് ഡിഫറൻസ് കൂടെ നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. നെയിം ദ അക്കൗണ്ടിംഗ് ടൈം മെൻഷൻ ഇൻ ദ ഫോളോവിംഗ്. അക്കൗണ്ടിംഗ് ടൈം താഴെ പറയുന്നതിൽ എന്തായിട്ട് അക്കൗണ്ടിംഗ് ടൈം എന്തൊക്കെയാണെന്ന് നോക്കുക. ഡിഡക്ഷൻ ഗിവൺ അറ്റ് ദ ടൈം ഓഫ് സെയിൽ യൂഷ്വലി ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്. നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അല്ലേ. അതിനെ നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്, എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ട്രേഡ് ഡിസ്കൗണ്ട്. ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. റവന്യൂ കൂടി നിൽക്കുന്നു, എക്സ്പെൻസിനൊക്കെ കൂടി നിൽക്കുമ്പോൾ അതിനെന്ത് വിളിക്കുന്നു, പ്രോഫിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ, പ്രോഫിറ്റ്. ദെൻ എക്കണോമിക് റിസൾട്ട്സ് ഓൺഡ് ബൈ എ ബിസിനസ് ദാറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. അപ്പോൾ ഫ്യൂച്ചർ ബെനിഫിറ്റിലേക്ക് നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ബിസിനസിൻ്റെ എക്കണോമിക് റിസോഴ്സിന് നമുക്ക് എന്താ വിളിക്കുന്നത്, അസറ്റ്സ് എന്നാണ് പറയുന്നത് അല്ലേ, അസറ്റ്സ്. നമുക്ക് അടുത്തത് ഡിപ്രീസിയേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. ഓൺ 1st April 2021 എ മെഷീനറി വാസ് പർച്ചേസ്ഡ് ഫോർ 80,000. അപ്പോൾ നമ്മൾ April 1 അതായത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മെഷീനറി വാങ്ങിച്ചു, 80,000 രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓൺ 30th June 2023 ദ മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1st April 2021 വാസ് സോൾഡ് ഫോർ 60,000. നമ്മൾ 2023 30 ജൂണിൽ നമ്മുടെ ആ മെഷീനറി 1st April വാങ്ങിച്ച മെഷീനറി നമ്മൾ എന്ത് ചെയ്തു, 60,000 രൂപയ്ക്ക് വിറ്റു അല്ലേ. അതിൻ്റെ ന്യൂ മെഷീനറി വാസ് ബോട്ട് ഫോർ ക്യാഷ്. നമ്മുടെ പുതിയൊരു മെഷീനറി ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു 20,000 രൂപയ്ക്ക്. അതേ ദിവസം തന്നെ നമ്മൾ പുതിയ മെഷീനറി 20,000 രൂപയ്ക്ക് വാങ്ങിച്ചു. ഡിപ്രീസിയേഷൻ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. പ്രിപ്പയർ മെഷീനറി അക്കൗണ്ട് അപ് ടു 31st March 2024. 31st March 2024 വരെയുള്ള ഡിപ്രീസിയേഷൻ ഉൾപ്പെടെയുള്ള മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കുക. 2021 April 1 നമ്മളത് മെഷീൻ ലാൻഡിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ. നമ്മളത് മെഷീൻ ലാൻഡിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, പർച്ചേസ് ചെയ്തിരിക്കുന്ന മെഷീൻ ലാൻഡിൽ നിന്നാണ്. അപ്പോൾ അത് കടമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ടു ക്യാഷ് എന്നല്ല വരേണ്ടത്, ഇവിടെ മെഷീൻ ലാൻഡ് എന്ന് കാണിക്കേണ്ടി വരും കേട്ടോ. ടു മെഷീൻ ലാൻഡ് എന്ന്
ഇവിടെ കാണിക്കുക. ടു മെഷീൻ ലാൻഡ് 80,000 എന്ന് കാണിക്കണം. ടു ക്യാഷ് എന്നല്ല, ക്യാഷ് കൊടുത്താൽ അല്ല വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ, കാരണം ക്യാഷ് കൊടുത്താന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, ആ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെഷീനറി കടമായിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ മെഷീൻ ലാൻഡ് എന്ന് ഇവിടെ നിങ്ങൾ കൊടുക്കണം. ടു ക്യാഷ് എന്ന് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇനി അടുത്ത് നോക്കുക, അതിനുശേഷം നമ്മൾ ഡിപ്രീസിയേഷൻ, ആ ഒരു ഡിപ്രീസിയേഷൻ, ആ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കൊടുക്കണം അല്ലേ. അതായത് April 1, 2021 മുതൽ March 31, 2022 ആകുമ്പോഴാണ് ഒരു വർഷമാവുന്നത് അല്ലേ. അപ്പോൾ ബൈ ഡിപ്രീസിയേഷൻ 80,000 കിട്ടും. അതായത് 8,000 അല്ലേ, അതായത് 80,000, ഇവിടെ ഒരു 0 കൂടി ഉണ്ട്, 80,000 ഇൻറ്റു 10% അല്ലേ. അപ്പോൾ നമുക്ക് 8,000 കിട്ടും. 10% ആണ് ഡിപ്രീസിയേഷൻ. അതിനുശേഷം നമ്മൾ ആ വർഷം ബാലൻസ് ചെയ്യുകയാണ്. ബൈ ബാലൻസ് CD 72,000 അല്ലേ. 80,000 നിന്ന് 8,000 കുറച്ച് 72,000. 80,000 കൂടി ടോട്ടൽ 2 സൈഡിൽ എഴുതി. അതിനുശേഷം 2022 April 1 ടു ബാലൻസ് BD എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ 72,000 ഇങ്ങോട്ട് ഇറക്കി എഴുതും അല്ലേ. വീണ്ടും നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കുകയാണ്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എന്താണ്, നമ്മുടെ ഒരേ രീതിയിലുള്ള ഡിപ്രീസിയേഷൻ തന്നെയാണ്. 8,000 തന്നെ വീണ്ടും കൊടുക്കുന്നത് അല്ലേ. ഡിപ്രീസിയേഷൻ 8,000 കൊടുക്കുന്നു. വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്യുന്നു. 64,000 ബാലൻസ് കിട്ടും. അത് നമ്മൾ ഇങ്ങോട്ട് ഇറക്കി എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2023 April 1 നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് 64,000 എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക. 2023 എന്താണ് സംഭവിച്ചത്? 30 ജൂണിൽ മെഷീനറി നമ്മൾ നേരത്തെ നമ്മൾ April 1 വാങ്ങിച്ച 80,000 മെഷീനറി എന്ത് ചെയ്തു? 60,000 രൂപയ്ക്ക് നമ്മൾ വിറ്റു അല്ലേ. അപ്പോൾ വിറ്റ ആയിട്ട് നമ്മൾ കാണിക്കേണ്ടി വരും. ഒപ്പം തന്നെ അതിൻ്റെ ന്യൂ മെഷീനറി, പുതിയ മെഷീനറി നമ്മൾ ക്യാഷ് കൊടുത്ത് 20,000 രൂപയ്ക്ക് വാങ്ങിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ June 30 നമ്മൾ ടു ക്യാഷ് 20,000 രൂപയ്ക്ക് പുതിയ മെഷീനറി വാങ്ങിച്ചത്, അത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടു ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് കാണിക്കണം. ടു ക്യാഷ് 20,000 രൂപ. അതിനുശേഷം നമുക്ക് വിറ്റത് ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ വിറ്റ മെഷീനറി അല്ലേ. ബൈ ക്യാഷ് 60,000 രൂപ. 60,000 രൂപയ്ക്കാണ് നമ്മൾ ആ മെഷീനറി വിറ്റിരിക്കുന്നത് അല്ലേ. ഇനി നമ്മളിവിടെ നമുക്ക് ഡിപ്രീസിയേഷൻ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് നമുക്ക് ഈ ഒരു June 30, അതായത് April മുതൽ April, May, June അല്ലേ, 3 മാസങ്ങൾക്ക് ശേഷമാണ് ഡിപ്രീസിയേഷൻ. നമ്മൾ 3 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മെഷീനറി, പഴയ മെഷീനറി വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് ആ 3 മാസത്തേക്കുള്ള ആ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ നമ്മളിവിടെ ചാർജ് ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച മെഷീനറിയുടെ അത് വാങ്ങിച്ചിരിക്കുന്നത് ഇനി ബാക്കി 9 മാസമാണ് ഇനിയുള്ളത് അല്ലേ. ആ ഒരു വർഷം തീരാൻ 9 മാസമാണല്ലോ. അപ്പോൾ 9 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ, പുതിയ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ഇവിടെ എഴുതണം. അതുകൂടാതെ നമുക്ക് നമ്മുടെ വിറ്റ വകയിൽ നമുക്ക് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. നമുക്ക് 80,000 മെഷീനറി നമ്മൾ 60,000 രൂപയ്ക്ക് വിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ലോസ് കൂടെ 2,000 രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോന്ന് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വിറ്റ മെഷീനറി ഡിപ്രീസിയേഷൻ 3 മാസത്തേക്കുള്ളത് അല്ലേ. ഡിപ്രീസിയേഷൻ 80,000 രൂപയുടെ മെഷീനറി ടു 10% വെച്ച് 3/12 3 മാസത്തേക്കുള്ളത് 2,000 രൂപ ഡിപ്രീസിയേഷൻ. അതിനുശേഷം നമുക്ക് ആ വിറ്റ മെഷീനറിയുടെ ലോസ് കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ ലോസ്, ആക്ച്വൽ ലോസ് എത്രയാണ്? 64,000 രൂപയ്ക്കാണ് നമ്മൾ വിറ്റതെങ്കിലും അതിൽ 2,000 രൂപയുടെ ഡിപ്രീസിയേഷൻ നമ്മൾ ഈ ഒരു വർഷം ചാർജ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് 62,000 വരും. അതും 60,000 രൂപയ്ക്ക് അല്ലേ. അതായത് 60,000 രൂപ, 64,000 അതിൻ്റെ വിറ്റ വിലയല്ല, 64,000 ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. ആ ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ആവശ്യത്തെ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ 62,000 രൂപ, അതിൽ നിന്ന് വിറ്റ പ്രൈസ് നമ്മൾ കുറയ്ക്കണം അല്ലേ. 60,000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് 2,000 രൂപയാണ് നമുക്ക് നഷ്ടമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ബൈ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൈ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ, ബ്രാക്കറ്റിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 2,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഇനി മെഷീനറി, പുതിയ മെഷീനറി വാങ്ങിച്ചതിൻ്റെ ഡിപ്രീസിയേഷൻ, പുതിയ മെഷീനറി വാങ്ങിച്ചതിൻ്റെ ഡിപ്രീസിയേഷൻ 20,000 രൂപയുടെ മെഷീനറി ആയിരുന്നു. അത് എത്രയാണെന്ന് 10% വെച്ച് 9 മാസത്തേക്കാണ് അല്ലേ. അതായത് June 30 എന്ന് പറയുമ്പോൾ ജൂൺ എടുക്കേണ്ട ആവശ്യമില്ല. ജൂലൈ മുതൽ April വരെയുള്ള ആ 9 മാസത്തെ 9/12, അപ്പോൾ നമുക്ക് 1,875 കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിതിന് ശേഷം ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. 23,125 മെഷീനറി അക്കൗണ്ട് ബാലൻസ് വരുന്നത്. അപ്പോൾ 2023 വരെയുള്ള മെഷീനറി അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്തൊരു പർച്ചേസും സെയിൽസും ഒപ്പം തന്നെ ലോസും എല്ലാം കാൽക്കുലേഷൻ വന്നതുകൊണ്ട് നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തേക്കാം. പക്ഷേ നമ്മുടെ ചാനൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് വ്യക്തമായിട്ട് പഠിപ്പിച്ചിരുന്നു. അത് കണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലും ഇതിനേക്കാൾ അല്പം കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ABC ലിമിറ്റഡ് ഹാസ് എ ബാലൻസ് ഓഫ് 2,000 ആസ് പെർ പാസ്ബുക്ക് പ്രകാരം നമുക്ക് 2,000 റുപ്പീസാണ് ബാലൻസ് പറഞ്ഞിരിക്കുന്നത്. ഹവർ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ ബാലൻസ് പറഞ്ഞിട്ടുണ്ട് 2,610 എന്നുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അതായത് പാസ്ബുക്കിൽ ബാലൻസ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പാസ്ബുക്ക് ബാലൻസ് ബാലൻസ് ഒരു ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ബാങ്കർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം അല്ലേ. ബിസിനസ്മാൻ എന്താണോ ചെയ്തത് അതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ 2,000 രൂപ നമുക്ക് ബേസ് ചെയ്ത് എടുത്തുകൊണ്ട് അവസാനം നമുക്ക് എന്ത് കിട്ടണം? 2,610 രൂപ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമുക്ക് കിട്ടുന്ന രീതിയിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് പുതിയ രീതിയിൽ, മോഡേൺ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്യാവുന്നതാണ്. +or - ഇട്ടുകൊണ്ട് ആ രീതിയിലും ചെയ്യാം. ട്രഡീഷണൽ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ.
അപ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 2000 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് ചെക്ക് ഡിപ്പോസിറ്റ് ബട്ട് നോട്ട് ക്ലിയർഡ്, ബാങ്ക് ചാർജസ് നോട്ട് സീൻ ഇൻ ക്യാഷ് ബുക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ നമുക്ക് ലെസ് ചെയ്യണം. പേയ്മെൻറ്റ് ഓഫ് ചെക്ക് റെക്കോർഡഡ് ട്വൈസ് ഇൻ പാസ്ബുക്ക്, അത് നമ്മൾ 500 നമ്മളിവിടെ പ്ലസ് ചെയ്യേണ്ടി കാണിക്കും അല്ലേ. 2 തവണ നമുക്ക് പാസ്ബുക്ക് ഇതിൽ നമ്മൾ ചെക്ക് പേയ്മെൻറ്റ് എടുത്ത് 2 തവണ കാണിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ 500 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് നമുക്ക് 2610 രൂപ കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ടോട്ടൽ നമുക്ക് 3060. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യു ആർ ഗിവൺ ദ ഫോളോവിങ് ഇൻഫർമേഷൻ. നമുക്ക് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ എടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത് 40,000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, അക്രൂഡ് ഇൻകം, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി, ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് പ്രോഫിറ്റിൽ മാറ്റം ഉണ്ടാക്കുന്നത്, ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ചില ഐറ്റംസ് നമുക്ക് ഈ പ്രോഫിറ്റിനെ കുറയ്ക്കുന്നതും ചില ഐറ്റംസ് പ്രോഫിറ്റിനെ കൂട്ടുന്നതുമാണ് അല്ലേ. അതായത് ചില ഐറ്റംസ് എഴുതുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റ് കുറയുന്നതാണ്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് നമ്മൾ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത് അല്ലേ, ട്രേഡിംഗ് അക്കൗണ്ടിൽ. അപ്പോൾ അതിനനുസരിച്ച് ഡെബിറ്റ് സൈഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ചിന്തിച്ച് ഈ 4 ഐറ്റംസ് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഫൈനൽ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് 40,000 കൊടുത്തിരിക്കുന്നു. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസും ഡിപ്രീസിയേഷനും പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും എന്ത് ചെയ്തു, അത് പ്രോഫിറ്റിൽ നിന്ന് കുറച്ചു. അപ്പോൾ നമുക്ക് 32,000 കിട്ടി. നമുക്ക് പ്രീപെയ്ഡ് ഇൻഷുറൻസും ഉണ്ട്, അക്രൂഡ് ഇൻകം ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ പ്രോഫിറ്റിനെ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. നമുക്ക് 35,500 രൂപയാണ് നമുക്ക് ബാലൻസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എത്ര കിട്ടും, 35,500 രൂപ വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഒബ്ജക്റ്റീവ്സ് അല്ലേ, അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയാനാണ് പറയുന്നത്. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഡെപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുക്കേണ്ട ആവശ്യമാണ്. ദെൻ റീഡ് ദ ഫോളോവിങ് കേസസ് എന്നാണ് പറയുന്നത്. ബിസിനസ് മാൻ ബൈസ് എ മെഷീനറി ഫോർ 50,000 ആൻഡ് റെക്കോർഡ്സ് ഇറ്റ് ഓൺ ദി ബാലൻസ് ഷീറ്റ് 50,000 റിഗാർഡ്ലെസ് ഓഫ് എനി ചേഞ്ചസ് ഇൻ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ 50,000 രൂപ വാങ്ങിച്ചത് നമ്മൾ മാർക്കറ്റ് വാല്യൂ ഒന്നും പരിഗണിക്കാതെ 50,000 രൂപയ്ക്ക് തന്നെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോസ്റ്റ് കോൺസെപ്റ്റ് ആണല്ലേ. വെൻ ദ ഓണർ ഇൻവെസ്റ്റ് ക്യാഷ് റുപ്പീസ് 10,000 ഇൻ ബിസിനസ് ഇറ്റ് അഫക്ട്സ് 2 അക്കൗണ്ട്സ്. ക്യാഷ് അക്കൗണ്ടിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെയും ബാധിക്കുന്നു. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് 2 ആസ്പെക്റ്റുകൾ ബാധിക്കുന്നുള്ളത് എന്താണ്, ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റും ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റും എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ദെൻ ക്ലാസിഫൈ ദ ഫോളോവിങ് അണ്ടർ ദി ഹെഡിങ്സ് ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണൽ ആൻഡ് ലെഡ്ജറിൽ താഴെ പറയുന്നതിനെ ക്ലാസിഫൈ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്താണ്? ലെഡ്ജറാണ് അല്ലേ. സെക്കൻഡറി എൻട്രി ലെഡ്ജറാണ്. ഇനീഷ്യൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്താണ്? ജേണലാണ്. ഡീറ്റെയിൽഡ് ക്രോണോളജിക്കൽ റെക്കോർഡ് അല്ലേ. ക്രോണോളജിക്കൽ റെക്കോർഡ് കാലാനുസൃതമായിട്ട് ഡേറ്റ് വൈസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എവിടെയാണ്? ജേണലിലാണ്. സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ചുരുക്കി എഴുതുന്ന എവിടെയാണ്? നമ്മൾ ലെഡ്ജറിലാണ്. കണ്ടെയ്ൻസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ, ഡിസ്ക്രിപ്ഷൻ ഉള്ളത് എവിടെയാണ്? അതായത് നറേഷനൊക്കെ നമ്മൾ എഴുതുന്നത് എവിടെയാണ്? അത് ജേണലിലാണ് അല്ലേ. കണ്ടെയ്ൻസ് നമ്പർ, ഈ നമ്പർ എന്നല്ല, നമുക്ക് അതിൻ്റെ മലയാളം നോക്കിയാൽ മനസ്സിലാവും. അതിലൊരു ചെറിയ മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തത് ഏതാണ്? മലയാളത്തിൽ കറക്റ്റായിട്ടുണ്ട്. അപ്പം കണ്ടെയ്ൻസ് നോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തത് ഏതാണ്? ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തത് ലെഡ്ജറിലാണ് അല്ലേ. റെക്കോർഡ്സ് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ക്രെഡിറ്റ് ആസ്പെക്റ്റും ഡെബിറ്റ് ആസ്പെക്റ്റും എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? ജേണലിലാണ് അല്ലേ. കാരണം ഡെബിറ്റ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് അക്കൗണ്ട് നമ്മൾ എഴുതുന്നുണ്ട്. സെപ്പറേറ്റ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് സെപ്പറേറ്റ് ആയിട്ട് എവിടെയാണുള്ളത്? അതുള്ളത് ലെഡ്ജറിലാണ് അല്ലേ. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ട്, മറ്റൊരു ക്രെഡിറ്റ് സൈഡും ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനീഷ്യൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ക്രോണോളജിക്കൽ റെക്കോർഡ്, കണ്ടെയ്ൻസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ട്രേഡ്, റെക്കോർഡ്സ് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അവിടെ വരും. ഇവിടെ ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി, സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ, കണ്ടെയ്ൻസ് ഡിസ്ക്രിപ്ഷൻ ഉള്ളത്, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, അത് ആ അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ മലയാളം വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡിസ്ക്രിപ്ഷൻ ഇല്ലാത്തത്, ഇപ്പോൾ അത് അവിടെ ഒരു തെറ്റായിട്ട് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യത ക്വസ്റ്റ്യനിൽ. ഏതായാലും അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആൻസർ കീ വരുമ്പോൾ പരിഗണിക്കുന്നതാണ്. ദെൻ നോക്കുക. അടുത്തത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സം അക്കൗണ്ടിങ് എറേസ് ആർ ഗിവൺ ബിലോ. താഴെ പറയുന്ന അക്കൗണ്ടിങ് എറേസിനെ കുറിച്ച്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ മായ ട്രേഡേഴ്സ്. ഇത് ഓരോ അക്കൗണ്ടിങ് എറേസും എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എഴുതേണ്ടതുണ്ട് അല്ലേ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ മായ ട്രേഡേഴ്സ്, പോസ്റ്റ് ടു മായ ട്രേഡേഴ്സ്
അല്ലേ? നമ്മൾ മായ ട്രേഡേഴ്സിൽ നിന്ന് നമ്മൾ 2500 രൂപയ്ക്ക് ഗുഡ്സ് കടമായിട്ട് വാങ്ങിച്ചത് നമ്മൾ മായ ട്രേഡേഴ്സിൽ 500 രൂപ എഴുതി വെച്ചല്ലേ? അപ്പോൾ ഇത് എറർ ഓഫ് കമ്മീഷനാണ് അല്ലേ? എറർ ഓഫ് കമ്മീഷനാണ്. ദെൻ പർച്ചേസ് ഓഫ് മെഷീനറി 8000 ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ദ പർച്ചേസ് ബുക്ക്. മെഷീനറി വാങ്ങിച്ചപ്പോൾ അത് പർച്ചേസ് ബുക്കിൽ എഴുതി. പർച്ചേസ് ബുക്കിൽ എഴുതാൻ പാടില്ല, അത് മെഷീനറി അക്കൗണ്ടിലാണ് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. പെയ്ഡ് വേജസ് 3000 വെയർ നോട്ട് റെക്കോർഡഡ്. വേജസ് കൊടുത്ത് 3000 നമ്മൾ റെക്കോർഡ് ചെയ്തില്ല. ഇത് കംപ്ലീറ്റ് ഒമിഷനാണ് അല്ലേ? കംപ്ലീറ്റ് ഒമിഷൻ. പർച്ചേസ് ബുക്ക് അണ്ടർകാസ്റ്റ് ബൈ 1000. പർച്ചേസ് ബുക്ക് നമ്മൾ 1000 രൂപ കുറച്ചാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അണ്ടർകാസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ് അത് എറർ ഓഫ് കമ്മീഷനാണ് അല്ലേ? അത് പോസ്റ്റിംഗ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക്, അത്തരത്തിലുള്ള ക്ലറിക്കൽ എറേഴ്സൊക്കെ എറർ ഓഫ് കമ്മീഷനാണ് വരുന്നത്. അപ്പോൾ ഓരോന്നും ഏത് ടൈപ്പ് എററാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, റെക്ടിഫൈ അബവ് അല്ലേ? അത് നമ്മളതൊന്ന് തിരുത്തുകയും ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് വെച്ച് നമുക്ക് തിരുത്താം, അല്ലെങ്കിൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് തിരുത്താൻ. രണ്ട് രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സസ്പെൻസ് അക്കൗണ്ട് വെച്ച് നമ്മൾ ടു മരിയ ട്രേഡേഴ്സ്, സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു മരിയ ട്രേഡേഴ്സ് 2000 എന്ന രീതിയിൽ നമുക്ക് ആദ്യം എഴുതാം. ദെൻ മെഷീനറി അക്കൗണ്ട് അറ്റ് ടു മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ചേസ് അല്ലേ? എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. പർച്ചേസ്ഡ് മെഷീനറി ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ഹാസ് ബീൻ എൻറ്റേഡ് ഇൻ ദി പർച്ചേസ് ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി വരേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ബുക്കിൽ എഴുതി അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ? മെഷീനറി ഡെബിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ മെഷീനറി അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് എന്നാണ് ജേണൽ എൻട്രി വരേണ്ടത്. മെഷീനറി അക്കൗണ്ട് അറ്റ് ടു പർച്ചേസ് കേട്ടോ. നമുക്കിവിടെ പർച്ചേസ് എന്നാണ് എഴുതേണ്ടത്. PU ഇവിടെ കാണാത്തതുകൊണ്ടാണ് കേട്ടോ, വരാത്തതുകൊണ്ടാണ്. അടുത്ത് നോക്കുക, വേജസ് നമ്മൾ റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ വേജസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആ ജേണൽ എൻട്രി അങ്ങോട്ട് എഴുതിയാൽ മതി അല്ലേ? ജേണൽ എൻട്രി അങ്ങോട്ട് എഴുതിയാൽ മതി. ദെൻ അടുത്ത് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സസ്പെൻസ് അക്കൗണ്ട് വെച്ചുകൊണ്ട് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ പർച്ചേസ് ബുക്കിൽ അണ്ടർകാസ്റ്റ് 1000 അണ്ടർകാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടാണ്. അവിടെ 1000 രൂപ കുറച്ചു എന്ന് വെച്ചാൽ 1000 രൂപ നമ്മൾ പർച്ചേസ് ബുക്കിലേക്ക് ഡെബിറ്റ് ചെയ്താൽ മതി അല്ലേ? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 1000 രൂപ പർച്ചേസ് ബുക്കിൽ ഡെബിറ്റ് ചെയ്യണമെന്ന് എഴുതി കഴിഞ്ഞാലും 1000 rupees ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ പർച്ചേസ് ബുക്ക് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും കേട്ടോ. അല്ലെങ്കിൽ സസ്പെൻസ് അക്കൗണ്ട് വെച്ചുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു സസ്പെൻസ് അക്കൗണ്ട് 1000 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ദെൻ എൻ്റർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് 50,000 രൂപ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അല്ലേ? ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് കോളത്തിൽ 50,000 എഴുതണം. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് കോൺട്രാ എൻട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതണം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 10,000 നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ക്യാഷാണ്. ബൈ പർച്ചേസ് നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതണം. പർച്ചേസ് ഓഫീസ് മെഷീനറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അല്ലേ? ഓഫീസ് മെഷീനറി അക്കൗണ്ട് അറ്റ് ക്യാഷ് എന്നാണ് വരുന്നത്. അപ്പോൾ ബൈ ഓഫീസ് മെഷീനറി എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് കോളത്തിൽ എഴുതണം. സോൾഡ് ഗുഡ്സ് ടു റോഹൻ ആൻഡ് റിസീവ്ഡ് ചെക്ക്. നമ്മൾ റോഹന് ഗുഡ്സ് കൊടുത്തു, റിസീവ്ഡ് ചെക്ക് അല്ലേ? സോൾഡ് ഗുഡ്സ് ടു റോഹൻ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റോഹൻ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടുകൂടെ നമുക്ക് ക്ലബ് ചെയ്ത് എഴുതാവുന്നേ. റോഹൻ അക്കൗണ്ട് അറ്റ് ടു സെയിൽസും ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റോഹന് വരുന്നല്ലേ? അപ്പോൾ നമുക്ക് റോഹനെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന് ഒറ്റ ജേണൽ എൻട്രി നമുക്കിവിടെ എഴുതാൻ മതി അല്ലേ? അപ്പോൾ ടു സെയിൽസ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ എഴുതുക. ദെൻ ക്യാഷ് സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ്. ടു സെയിൽസ് എന്ന് പറഞ്ഞ് 8000 ഡെബിറ്റ് ചെയ്യുക. പെയ്ഡ് റെൻറ്റ് ബൈ ചെക്ക്, നമ്മൾ റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ആണല്ലേ? ബൈ റെൻറ്റ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ എഴുതുക. ഡു ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുകയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അല്ലേ? അത് കോൺട്രാ എൻട്രിയാണ്, രണ്ട് സൈഡിലും വരും. പെയ്ഡ് ഇൻഷുറൻസ് ബൈ ചെക്ക്, ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, ബൈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിൽ എഴുതുക അല്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. അതിനുശേഷം നിങ്ങൾക്കതിനെ ബാലൻസ് ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്നത് നോക്കുക. 72,000 24,700 ആൻസർ കിട്ടുന്നതായിട്ട് ഈ ഒരു ആൻസർ കീയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്ത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഈ രീതിയിലാണ് ചെയ്യുക. നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക. ദ ഫോളോവിങ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് ബിസിനസ് ഫോർ ദി ഇയർ എൻഡഡ്. നമുക്ക് കുറേ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രോബ്ലമാണ്. നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് അത് നെറ്റ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് ബാലൻസ് ഷീറ്റ് വരച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഓരോ ഐറ്റംസ് എവിടെയാണ് വരുന്നത്? ക്യാപിറ്റൽ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരും. ക്യാഷ് ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരും. ക്യാഷ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരും. റെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ഫർണിച്ചർ നമുക്ക് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ്. ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി. സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. ഇലക്ട്രിസിറ്റി ചാർജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ്. ജനറൽ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഡ്രോവിങ്സ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കണം അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി? ബാലൻസ് ഷീറ്റ് ഇത് നമുക്ക് ട്രയൽ ബാലൻസ് ഉള്ളിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിച്ചാൽ മതി അല്ലേ? ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് വരയ്ക്കും വേണ്ട ഏതായാലും. പക്ഷേ എന്നാലും ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാനുണ്ടെങ്കിലും
നമ്മൾ ട്രയൽ ബാലൻസിനുള്ളിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തരുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം തന്നെ എടുത്ത് എഴുതേണ്ടതാണ് അല്ലേ. 15,000 എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഗ്രോസ് പ്രോഫിറ്റ് BD എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടാണ്. അതിനുശേഷം നമുക്ക് സാലറിയുടെ കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 500 നമ്മൾ കൂട്ടി കാണിക്കണം. ഇലക്ട്രിസിറ്റി ചാർജിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിസിറ്റി ചാർജ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ. അപ്പോൾ അത് പ്രീപെയ്ഡ് ഇലക്ട്രിസിറ്റി ചാർജാണ്, നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം അല്ലേ. 200 നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഇതൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. then ജനറൽ എക്സ്പെൻസ് നമുക്ക് 800 എഴുതാനുണ്ട്. ടു റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡ് ചെയ്ത് 4000 രൂപ വരും. ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം 1500. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് 950 രൂപ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് ചെയ്യണം അല്ലേ. അതായത് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 9500 ആണ്. 9500 നിന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഫർദർ ബാഡ് ഡെപ്റ്റ് തന്നിട്ടില്ല അല്ലേ. ഫർദർ ബാഡ് ഡെപ്റ്റ് തരാത്തതുകൊണ്ട് നമുക്കത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 9,000 ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്റ്റേഴ്സിൻ്റെ 9500ൻ്റെ നിശ്ചിത പെർസെൻറ്റേജ് 10% നമുക്ക് കാൽക്കുലേറ്റ് എഴുതിയാൽ മതി അല്ലേ. 950 വരെ നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡിസ്കൗണ്ട് ഒക്കെ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ ബാലൻസ് ഷീറ്റ് നോക്കുക. ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റ് സൈഡ് ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 9,000, റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,500, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് വരും 500, ക്യാപിറ്റൽ വരും 24,000, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യണം അല്ലേ. ക്യാഷ് 10,500, ഡെപ്റ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ കുറയ്ക്കണം, സ്റ്റോക്ക് പിന്നെ അഡ്വാൻസ് ഇലക്ട്രിസിറ്റി ചാർജ് അഡ്വാൻസ് അല്ലേ, പെയ്ഡ് ഇൻ അഡ്വാൻസ് അത് നമ്മുടെ ഇവിടെ അസറ്റ് സൈഡ് എഴുതണം. ഫർണിച്ചർ എഴുതണം, ഡെപ്രീസിയേഷൻ കുറയ്ക്കണം. 38,750 രൂപ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടും. 38,750 രൂപ. ഓക്കെ. അപ്പോൾ ഈ ഒരു ആൻസർ കീ ഡിസ്കഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൊടുക്കുന്ന പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ എപ്പോഴൊന്നും മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ +2 അക്കൗണ്ടൻസിയുടെയും +2 ബിസിനസ് സ്റ്റഡീസിൻ്റെയൊക്കെ മുഴുവൻ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക്